ഹലോ, ഇന്ന് നമ്മുടെ പഴയന്നൂർ അമ്പലത്തിലെ കോഴി അമ്പലത്തിലെ ആറാട്ടാണ്. അവിടുത്തെ മെയിൻ പ്രസാദം മുളയും ഈ മഷിയാണ് കേട്ടോ. അത് കിട്ടണമെങ്കിൽ കുറച്ച് നേരത്തെ പോകണം. ആ പ്രസാദം വാങ്ങിക്കാൻ ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് പോയത് അച്ഛനാണ് കേട്ടോ. 4 മണിക്ക് പോയി വരി നിന്ന് വാങ്ങി. ഇന്നത്തെ ദിവസം ഈ മഷി ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കണ്ണിലും പുരികത്തിലും കുറിയൊക്കെ ആയിട്ട് എഴുതിട്ടോ. അതാണ് ഇവിടുത്തെ ആചാരം. അപ്പോൾ നമ്മൾ കണ്ണൊക്കെ എഴുതിയിട്ട് നേരെ വിട്ടു അമ്പലത്തിലേക്ക്. ചൂട് കാരണം വഴി നീളെ സംഭാരം, ചക്കര വെള്ളം, രസ്നാവെള്ളം, തണ്ണിമത്തൻ ജ്യൂസ്, മുന്തിരി ജ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ നേരെ വിട്ടു ആറാട്ട് കുളക്കടവിലേക്ക് കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു. നിൽക്കാനൊന്നും സ്ഥലമില്ല. പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ടാവാം നല്ല തിരക്ക്. ഈ കുളത്തിൻ്റെ ചുറ്റും ആൾക്കാർ നിൽക്കണത് അമ്മയുടെ ആറാട്ടുകുളി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പൊരി വെയിലത്താണ് നിൽക്കണത്. അങ്ങനെ ഫൈനലി ആറാട്ടുകുളി മുങ്ങുകയാണ് കേട്ടോ. മുങ്ങി പൊങ്ങുമ്പോഴേക്കും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ ആൾക്കാരിങ്ങനെ വെള്ളത്തിലേക്ക് ചാടിത്തുടങ്ങും. പിന്നെ ആ സൈഡിൽ നിൽക്കണവരുടെ മേത്തൊക്കെ ഇങ്ങനെ വെള്ളം തെളിക്കും കേട്ടോ. അതോടുകൂടിയിട്ട് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് നേരെ അമ്പലത്തിലേക്ക് പോവും, അമ്മേനെ കുളിപ്പിച്ചിട്ടുള്ള ആ മഞ്ഞൾ പ്രസാദം വാങ്ങിക്കാനായിട്ട്. അതിനുശേഷം ശീവേലിയാണ്. ഇവിടെ അമ്പലത്തിൻ്റെ ഉള്ളിലും പരിസരത്തൊക്കെ പൂവൻ കോഴികളാണ് കേട്ടോ ഉണ്ടാവുക. ഇവിടെ വഴിപാടായിട്ട് പൂവൻ കോഴികൾ കൂവണതിൻ്റെ മുന്നേ ഈ അമ്പലത്തിൽ പറപ്പിച്ച് വിടുകയാണ് ചെയ്യാറ്. അടുത്തത് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അവിടെ ഒടുക്കത്തെ തിരക്കായിരുന്നു. ഈ കാണുന്നതൊക്കെ ഫുഡ് കഴിക്കാനുള്ള ക്യൂ ആണ് കേട്ടോ. ലാസ്റ്റ് നമുക്കും കിട്ടി ഫുഡ്. അങ്ങനെ ഫുഡും കഴിച്ച് വീട്ടിലേക്ക് മടങ്ങി.